ഹായ് ഓൾ, ഇറ്റ്സ് മീ ദ നൊമാഡിക് എഞ്ചിനീയർ. അപ്പോൾ വീട് വെക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ വീട് വെക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും അഭിമുഖീകരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ തടി വേണോ, WPC വേണോ, സ്റ്റീൽ ഡോർ വേണോ, സ്റ്റീൽ വിൻഡോ വേണോ? അപ്പം ഓരോ സാധനങ്ങൾക്കും അതിൻ്റേതായ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഓരോ സാധനങ്ങളെയും നിങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. തടിയുടെ അഡ്വാൻറ്റേജസ് ഒക്കെ നമ്മൾ WPCയുടെ വീഡിയോ ചെയ്തപ്പോൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. WPCയുടെ അഡ്വാൻറ്റേജസ് നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് സ്റ്റീൽ വിൻഡോസിൻ്റെ ഒരു ഫാബ്രിക്കേഷൻ യൂണിറ്റ് ആണ്. അപ്പോൾ മെറ്റ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ സ്റ്റീൽ വിൻഡോസിൻ്റെ മാനുഫാക്ചറിങ് യൂണിറ്റിലേക്കാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് അതിൻ്റെ മാനുഫാക്ചറിങ് പ്രോസസ്സ്, എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്, റോ മെറ്റീരിയൽസ് എന്തൊക്കെയാണ് അവർ ഉപയോഗിക്കുന്നത്, എന്തൊക്കെ ടെക്നോളജീസ് ഉപയോഗിച്ചിട്ടാണ് ഈ സ്റ്റീൽ വിൻഡോസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രൊഡക്ഷനിലേക്ക് പോവാം. വായോ. അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് സ്റ്റീൽ വിൻഡോസിൻ്റെ മാനുഫാക്ചറിങ് പ്രോസസ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. സ്റ്റീൽ വിൻഡോസിൻ്റെ മാനുഫാക്ചറിങ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് ടാറ്റ ഷീറ്റ് എന്നാണ്. ഇതൊരു 1.5 mm തിക്നെസ്സുള്ള ടാറ്റയുടെ ഷീറ്റാണ് ഇവർ മാനുഫാക്ചർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഷീറ്റിനെ ആദ്യത്തെ പ്രോസസ്സ് ഈ ഷീറ്റിനെ നമ്മുടെ ഈ CNC മെഷീനിലേക്ക് ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. ആ ഷീറ്റിനെ ലോഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഇൻപുട്ടൊക്കെ അവിടെയുള്ള ഒരു കമ്പ്യൂട്ടറിലേക്ക് അവർ കൊടുക്കും. എന്താണോ കട്ട് ചെയ്യേണ്ടത്, അതിൻ്റെ ഹോൾസ് കാര്യങ്ങളെല്ലാം. അപ്പോൾ അത് കൊടുത്തതിനനുസരിച്ചിട്ട് ഈ CNC മെഷീൻ അതനുസരിച്ചിട്ട് കട്ട് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ പ്രോസസ്സ് വരുന്നത് ബെൻഡിങ് ആണ്. അപ്പോൾ CNC മെഷീനിൽ വെച്ചിട്ട് നമുക്ക് വേണ്ട അളവിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഓരോ പീസിനെയും നമ്മൾ ബെൻഡ് ചെയ്യേണ്ട ആകൃതിയിൽ ഇവിടെ കൊണ്ടുവച്ചിട്ടാണ് ബെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ അളവുകൾ ഇതിൽ കൊടുത്തിരിക്കുന്ന അനുസരിച്ചിട്ട് 90 ഡിഗ്രി ആണോ 45 ഡിഗ്രി ആണോ ഏത് ഡിഗ്രിയിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെച്ചിട്ട് നമ്മൾ ഒരാളുടെ സഹായത്തോടു കൂടി തന്നെയാണ് ബെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ CNC മെഷീനിലിട്ട് കട്ട് ചെയ്ത് ബെൻഡ് ചെയ്ത് കൊണ്ടുവന്ന ഓരോ പീസിനെയും നമ്മൾ നെക്സ്റ്റ് ആയിട്ട് അസംബിൾ ചെയ്യുന്ന യൂണിറ്റാണ് ഇവിടെ. അങ്ങനെ CNC കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ആവശ്യമുള്ള അളവിന് ബെൻഡ് ചെയ്തിട്ട് എടുത്തിട്ടുള്ള വിൻഡോ ഫ്രെയിംസിൻ്റെ അസംബ്ലിയാണ് അടുത്ത പ്രോസസ്സ്. ഓരോ വിൻഡോ ഫ്രെയിംസും ആവശ്യമുള്ള അളവിന് കൃത്യമായി രൂപപ്പെടുത്തിയതിനാൽ തന്നെ അസംബ്ലി പ്രോസസ്സ് വളരെ എളുപ്പമാണ്. ഓരോ പാളികളുടെയും അകലം നോക്കി വെൽഡ് ചെയ്താൽ മാത്രം മതിയാകും. എല്ലാ ജോയിൻറ്റുകളും വൃത്തിയായി വെൽഡ് ചെയ്ത ശേഷം അടുത്തതായി വെൽഡഡ് ജോയിൻറ്റുകൾ ഭംഗിയായി ഗ്രൈൻഡ് ചെയ്യുന്നു. വാഹനങ്ങളുടെ ബോഡി റിപ്പയറിങ്ങിന് ഉപയോഗിക്കുന്ന ബോഡി ഫില്ലറാണ് വെൽഡഡ് ജോയിൻറ്റ് സ്മൂത്താക്കാനായി ഉപയോഗിക്കുന്നത്. ആയതിനാൽ തന്നെ വെൽഡിംഗ് ജോയിൻറ്റ്സിൽ നിന്ന് തുരുമ്പ് വരുന്നത് ഒരു പരിധിവരെ ഇത് തടയപ്പെടും. വാട്ടർ പേപ്പർ ഉപയോഗിച്ച് ബോഡി ഫില്ലർ ഇട്ട ഭാഗമൊക്കെ ഉരച്ച് വൃത്തിയാക്കി പെയിൻറ്റിംഗ് ബൂത്തിലേക്ക് കൊണ്ടുപോയി അകവും പുറവുമൊക്കെ സ്പ്രേ പെയിൻറ്റ് ചെയ്യുന്നു.
ഓരോരുത്തർക്കും ആവശ്യമുള്ള അളവിലും ഡിസൈനിലും ക്വാളിറ്റിയിലും വിൻഡോസ് കസ്റ്റമൈസ് ചെയ്യാമെന്നതാണ് മെയ്ഡ് ഇൻ ഇന്ത്യ സ്റ്റീൽ വിൻഡോ പ്രോഡക്ട്സിൻ്റെ നേട്ടം. ഫുൾ എപ്പോക്സി ചെയ്ത് പെയിൻറ് ചെയ്യപ്പെടുന്നതിനാൽ തന്നെ തുരുമ്പോ മറ്റു പ്രശ്നങ്ങളോ ഫ്യൂച്ചറിൽ ഉണ്ടാകാനുള്ള സാധ്യതയുമില്ല. എല്ലാം കഴിഞ്ഞുള്ള ഫിനിഷിംഗ് ലുക്കാണെങ്കിലോ തടി വരെ മാറി നിൽക്കും. ഇനി ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകൾക്കായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായിട്ട് വരുന്നത് വരെ ശുഭം.